നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. മേടം മുതൽ വൃശ്ചികം വരെയുള്ള 8 രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ധനു, മകരം, കുംഭം, മീനം എന്നീ 4 രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്കിനി ധനുക്കൂറുകാരുടെ സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ കൂടുതലായിട്ട് കാര്യങ്ങൾക്ക് അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ സാമ്പത്തിക ഞെരുക്കവും ഉണ്ടായേക്കാം. ശനി അനുകൂലത്തിലാണ്. അതുകൊണ്ട് തന്നെ മാനസികമായും കുടുംബപരമായിട്ട് ഒക്കെ ഉല്ലാസത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ എത്തുന്നതിനാൽ അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റവും പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളും ഒക്കെ തേടിയെത്തുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ വിഷയങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാകും. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്. ഊഹക്കച്ചവടങ്ങളൊക്കെ വഴി ധനനേട്ടം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. ആദ്യം ചിലപ്പോഴൊക്കെ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കുന്നതാണ്. സ്ഥലം മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്ന ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ ആദ്യം ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊക്കെ മാറി നല്ല അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. മുതിർന്നവർക്കും വിദ്യാഭ്യാസം തുടരുന്നതിനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ആയില്യ പൂജ നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം നിവേദ്യമായി നടത്തുന്നതും ഒക്കെ അനുകൂല ഫലത്തെ നൽകും. അടുത്തത് നമുക്ക് മകരക്കൂറുകാരുടെ സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളെ കൊണ്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ മേഖല എന്നീ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഈ മേഖലകളിലൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമാണ്. പഠന വിജയവും തൊഴിൽ ലാഭവും ഒക്കെ പറയേണ്ട സമയമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റവും ഒക്കെ ലഭിക്കാം. വീട് നന്നാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹമൊക്കെ ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ശരീരം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഔഷധ സേവയിലൂടെയും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതിന് അനുകൂല സമയമാണ്. ധനസമ്പാദന കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൂർവിക സ്വത്തുകളൊക്കെ കൈവശം വരുന്നതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകും. കൃഷിക്കാരായിട്ടുള്ള മകരക്കൂറുകാർക്കും വളരെ അനുകൂല സമയമാണ്. ഗണപതി പ്രീതി വരുത്തുക, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക, തൃക്കൈവണ്ണ വഴിപാടായി കഴിക്കുക, ഇവയൊക്കെ ശുഭഫലത്തെ നൽകുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി വളരെ അനുകൂലത്തിൽ നിൽക്കുന്ന സമയമാണ്. 7ാം ശനിയുടെ 2ാം ഘട്ടമാണ്. എന്നിരുന്നാലും ക്ഷേത്രാധിപനായതുകൊണ്ട് തന്നെ ശനി ഗുണഫലങ്ങളെയും നൽകാം. കാര്യതടസ്സങ്ങൾ, രോഗദുരിതങ്ങൾ, വീഴ്ചകൾ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴവും ഇഷ്ടസ്ഥിതിയിലാണ്. ശനിയും സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉള്ള സമയമാണ് എന്ന് പറയാം. വീട്ടിൽ സമാധാനവും സന്തോഷവും ഒക്കെ കളിയാടുന്ന സമയമാണ്. സൽസന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വീട് നന്നാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വ്യവസായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കൃഷിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹം ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹം തന്നെ നടക്കാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സന്താനങ്ങൾക്ക് വേണ്ടി വീട് പണിയുന്നതിനോ വീട് നന്നാക്കുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന കുംഭക്കൂറുകാർക്കും അനുകൂല സമയമാണ്. സ്വദേശത്ത്
തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല നല്ല നേട്ടങ്ങളും പുതിയ പുതിയ അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. വിവാദ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറേണ്ട സമയമാണ്. രാത്രി കാലങ്ങളിലുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. രോഗികളായിട്ടുള്ള കുംഭക്കൂറുകാർക്കും ആശ്വാസം പകരുന്ന സമയമാണ്. കാലദോഷത്തെ ശനിപ്രീതിയിലൂടെ മാറ്റുവാൻ ശ്രമിക്കുക. മനസ്സിന് സുഖം ലഭിക്കുന്ന സമയമാണ്. ശാസ്താപ്രീതി വരുത്തുക, ശിവഭഗവാന് മൃത്യുഞ്ജയ മന്ത്രാർച്ചന നടത്തുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്, ഗുണഫലം വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബ ജീവിതത്തിൽ വളരെയേറെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. 12-ൽ ശനി നിൽക്കുന്ന സമയമാണ്. എന്നാലും എല്ലാ കാര്യങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും കാലതാമസം ഉണ്ടാകും എന്ന് മാത്രം. ഇടവിട്ട് ജലദോഷം പോലെയുള്ള അലർജി രോഗങ്ങൾ, ഉപ്പൂറ്റി വേദന, കൈകാലുകൾക്ക് വേദന തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. വീട് നന്നാക്കുന്നതിനും പുതിയ ഭൂമി വാങ്ങുന്നതിനും കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിനും അനുകൂല സമയമാണ്. തന്റെ പുണ്യകർമ്മങ്ങളൊക്കെ മൂലം കുടുംബജീവിതങ്ങളൊക്കെ ഭദ്രമാകുന്നതാണ്. സർപ്പങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പുതിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ്. ഇടയ്ക്കൊക്കെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായേക്കാം. പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ശ്രമം നടത്താവുന്നതാണ്. ശനി 12-ൽ നിൽക്കുന്നതും വ്യാഴം മറഞ്ഞു നിൽക്കുന്നതും ഒക്കെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. മീനക്കൂറുകാർക്ക് അതെല്ലാം തരണം ചെയ്തു പോകാനായിട്ട് സാധിക്കും. വിവാഹപ്രായമായവർക്ക്, വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മുതിർന്നവരായിട്ടുള്ള മീനക്കൂറുകാർ ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയേക്കാം. സാങ്കേതിക വിദ്യയൊക്കെ അഭ്യസിക്കുന്ന മീനക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. പൊതുമേഖല സ്ഥാപനങ്ങളിലും IT മേഖലകളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇവരുടെയൊക്കെ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. മീനക്കൂറുകാർ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. സെപ്റ്റംബർ മാസം ഇവർക്ക് യാത്രയ്ക്ക് അനുകൂലമല്ല. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാട്ട് പാടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തെ പറയുവാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല നല്ല വീഡിയോകളും വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.